ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സെൻസസ് സർക്കാർ നടപടി മാത്രമല്ല, ഒരു പൊതുദേശീയ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ് എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ജയം സൂപ്പർ ഓവറിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു തങ്ങുക. ബുധനാഴ്ച ഷിംല ലോക്ഭവനിൽ ഹിമാചൽ പ്രദേശ് ഗവർണർ ഒരുക്കുന്ന വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി അടൽ തുരങ്കം സന്ദർശിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിവസം രാഷ്ട്രപതി ഷിംലയിലെ ആർമി ട്രെയിനിംഗ് കമാൻഡിലും സന്ദർശനം നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സിക്കിമിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിൽ എത്തും. സെൻസസ് സർക്കാർ നടപടി മാത്രമല്ല, ഒരു പൊതുദേശീയ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെൻസസ് പ്രക്രിയയിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം അഭ്യർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. 2027 സെൻസസ് ഡിജിറ്റൽ രീതിയിൽ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. രണ്ടാംഘട്ട വോട്ടെടുപ്പിനായി കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ മാസം 29-ന് 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്. വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല ഏകോപന യോഗത്തിൽ ഈ മാസം 29-ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ തയ്യാറെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞു. ഈ മാസം 23-ന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ പശ്ചിമബംഗാളിൽ 93.19% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കേരളം, അസം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാളിൽ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രധാന പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ജഗദ്ദാലിലെ ജിലേബി മഠിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ബെഹാല താനയിലും ഹൂഗ്ലിയിലെ ചന്ദനനഗർ ബാഗ്ബസാറിലും റോഡ് ഷോകൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പൊതുജന സമ്പർക്ക പരിപാടി നടത്തും. തൃണമൂൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി റാണഘട്ട്, ഹൂഗ്ലി, അരാംബാഗ്, മഹേഷ്തല എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തും. പശ്ചിമബംഗാളിൽ നിന്ന് 79 ക്രൂഡ് ബോംബുകൾ കണ്ടെടുത്ത സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തു. അനധികൃത ക്രൂഡ് ബോംബുകൾ നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമബംഗാൾ പോലീസിന് നിർദ്ദേശം നൽകി. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും NIA അന്വേഷിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള നടപടികൾ, പ്രാദേശിക സാഹചര്യം, മറ്റ് ഉഭയകക്ഷി വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തതായി ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇന്നലെ ഇസ്ലാമാബാദിൽ തിരിച്ചെത്തി. നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയതിന് തൊട്ടുപിന്നാലെ ഇറാന്റെ നിസ്സഹകരണം കാരണം ദൌത്യം റദ്ദാക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. US പ്രസിഡന്റ് നയതന്ത്ര ചർച്ചകളെ ഗൌരവത്തോടെയാണോ സമീപിക്കുന്നതെന്നത് വ്യക്തമല്ലെന്ന് അരാഗ്ചി പ്രതികരിച്ചു. ആണവായുധ വ്യാപന നിരോധന ഉടമ്പടിയുടെ 11ാമത് അവലോകന സമ്മേളനം ഇന്ന് ന്യൂയോർക്കിൽ ആരംഭിക്കും. ഐക്യരാഷ്ട്രസഭ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിരായുധീകരണം, വ്യാപന നിരോധനം, ആണവോർജ്ജനത്തിന്റെ സമാധാനപരമായ ഉപയോഗങ്ങൾ എന്നിവയിലെ പുരോഗതി അവലോകനം ചെയ്യും. സമ്മേളനം 4 ആഴ്ച നീണ്ടുനിൽക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വകാര്യ ആപ്പിലൂടെ സാമ്പത്തിക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി ആരംഭിച്ചിട്ടില്ലെന്നും ശരിയായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $5 ബില്യൺ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ഇന്നലെ ന്യൂസിലാൻഡ് വ്യവസായ മന്ത്രിയുമായി ചേർന്ന് നടത്തിയ താജ്മഹൽ സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. कुछ ही महीनों में फिर वो भारत और न्यूजीलैंड के बीच बड़े पैमाने व्यापार भी बढ़ाने का एक साधन बनेगा. लगभग 100% जो भारत से सामान न्यूजीलैंड जाते हैं कर के बिना कोई इंपोर्ट ड्यूटी के वहाँ पे पहुँच पाएगा. नए मौके मिलेंगे हमारे आगरा के चमड़ा व्यापार को, हमारे आगरा के विश्वकर्मा को, सबके लिए ढेर सारे अपार नए अवसर खोलने वाला ये फ्री ट्रेड एग्रीमेंट न्यूजीलैंड के साथ कल साइन होगा. കേരളത്തിൽ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത ചൂടിന് ആശ്വാസം പകർന്ന വിവിധ ജില്ലകളിൽ ഇന്നലെ വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 16ആയി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. തൃശൂർ പൂരത്തിന് ഇന്ന് സമാപനം. ഇന്നലെ കടുത്ത ചൂടിനെയും അവഗണിച്ച് 10,000-കണക്കിന് ആളുകളാണ് തേക്കിൻകാട് മൈതാനത്തേക്ക് പൂരം ആസ്വദിക്കാൻ എത്തിയത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റത്തിന്റെ സമയം വെട്ടിച്ചുരുക്കിയിരുന്നു. ഇന്ന് പകൽ പൂരത്തിനു ശേഷം തൃശൂർ പൂരം സമാപിക്കും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് കൊൽക്കത്തയുടെ വിജയം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 8 വിക്കറ്റിന് ജയിച്ചു. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകുന്നേരം 7:30 ഡൽഹിയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന SC ഡൽഹി മുഹമ്മദൻ SC പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ഇന്ന് നിയമസഭാ ദിനം. രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ മഹാരഥന്മാരുടെ പ്രതിമകളിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തും. ദിനാഘോഷത്തിന്റെ ഭാഗമായി മെയ് 3 വരെ രാവിലെ 10:30 മുതൽ രാത്രി 8 വരെയും പൊതു അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയും പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരത്തിലും മ്യൂസിയത്തിലും പ്രവേശനമുണ്ടായിരിക്കും. ജനവാസ മേഖലകളിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത തുടർന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. പാമ്പുകടി ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങൾ ആശുപത്രികളിൽ ഉറപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. കനുവ് 108 പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2 ഘട്ടങ്ങളിലായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടത്തും. ആദ്യഘട്ടമായി ജൂലൈ 1 മുതൽ 30 വരെ ഹൌസ് ലിസ്റ്റിംഗും ഹൌസിംഗ് സെൻസസും നടക്കും. ഇതിന് മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ ആരംഭിക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. സൌദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ ഖാൻ മക്ക സന്ദർശിച്ചു. മദീനയിൽ നിന്ന് ട്രെയിൻ മാർഗം മക്കയിലെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ ഖാൻ സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം വ്യാഴാഴ്ച കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കും. 8,300-ലധികം തീർത്ഥാടകരാണ് 20 സർവീസുകളിലായി കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മെയ് 6-നാണ് ഹജ്ജ് യാത്ര ആരംഭിക്കുക. കോഴിക്കോട് നിന്നും മെയ് 15 മുതൽ 18 വരെ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹജ്ജ് കമ്മിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. ലഡാക്കിന് സംസ്ഥാന പദവി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം അടുത്ത മാസം 22-ന് ഉന്നതാധികാര സമിതി യോഗം വിളിച്ചു ചേർക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അറിയിച്ചു. ലഡാക്കിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ 2ാം-ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജിതം. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സെൻസസ് സർക്കാർ നടപടി മാത്രമല്ല, ഒരു പൊതുദേശീയ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ജയം സൂപ്പർ ഓവറിൽ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.